नमस्ते प्रियमित्राणि सर्वेषां रुद्राट स्कूल प्रति स्वागतम्। सार्थकं जीवितम् इति द्वितीये एकके वयं मानुषिकमूल्यानि अधिकृत्य चर्चां कुर्मः किल। നമ്മൾ മനുഷ്യർക്ക് വേണ്ട ഗുണങ്ങളെക്കുറിച്ച് മൂല്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗതപാഠേ കഴിഞ്ഞ പാഠത്തില് മൈത്രി ഇതി വിഷയെ സുഭാഷിതാനി പഠിതവന്തഃ. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ സുഭാഷിതങ്ങളെയാണ് പഠിച്ചത്, സൗഹൃദത്തെക്കുറിച്ച് പറയുന്ന സുഭാഷിതങ്ങൾ. ഈ പുതിയ പാഠത്തിൽ നമുക്ക് സഹജീവി സ്നേഹത്തെക്കുറിച്ച് ഒരു സംഭാഷണം കേൾക്കാം. പഞ്ചമഹാപാഠഃ സർവേ ഭവന്തു സുഖിനഃ. ഈ വാക്ക് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലെ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ശ്ലോകം നമ്മൾ പ്രാർത്ഥനയിലൊക്കെ കേട്ടിട്ടുണ്ടാവാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സുഖിനഃ ഭവന്തു, എല്ലാവരും സർവേ എല്ലാവരും സുഖിനഃ സുഖമുള്ളവരായി ഭവിക്കട്ടെ, തീരട്ടെ. ഭവന്തു അതാണ് പാഠത്തിന്റെ അർത്ഥം. പാഠസ്യ നാമ സർവേ ഭവന്തു സുഖിനഃ. ആമുഖം പശ്യാമഃ. യത്ര വിശ്വംഭവത്യേകനീടം ഇതി ചിന്ത അന്യോന്യാശ്രിത ജീവിതേ അനിവാര്യമേവ. യത്ര വിശ്വംഭവത്യേകനീടം, വിശ്വം ഏകനീടം ഭവതി, ഒരു കൂടായിട്ട് സങ്കല്പിക്കുകയാണ് ലോകത്തിന് മുഴുവൻ. ലോകത്തിലെ എല്ലാ ചരാചരങ്ങളും ഒരു കൂട്ടിലായാൽ അത്ര മനോഹരമായ ഒരു സങ്കല്പം അല്ലെ. ഇത് ചിന്ത, അങ്ങനെയുള്ള മനോഹരമായ ഒരു ചിന്ത, അങ്ങനെയുള്ള ഒരു ഭാവന. അന്യോന്യ ആശ്രിത ജീവിതേ, അന്യോന്യം പരസ്പരം ആശ്രയിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ, അതായത് മനുഷ്യന് പ്രത്യേകിച്ചും അല്ലെ, മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ സാധ്യമല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത്. മറ്റുള്ളവരെന്ന് പറയുമ്പോൾ മറ്റു മനുഷ്യർ മാത്രമല്ല, മറ്റ് എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യന് ആശ്രയിക്കേണ്ടി വരാറുണ്ട്. പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങളെയും മനുഷ്യന് ആശ്രയിക്കേണ്ടി വരാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കൽ വാങ്ങലുകൾ, പരസ്പരം ആശ്രയിക്കലുകൾ നടത്തുന്നത് നമ്മുടെ ജീവിതം സുഖകരമാവണമെങ്കിൽ അനിവാര്യമേവ, ഒരു അനിവാര്യ ഘടകമാണ്. നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല അല്ലെ. നമുക്ക് പ്രകൃതിയെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. മറ്റു ജീവജാലങ്ങളെ നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവരൊക്കെ ഒരു കൂടായിട്ട്, അവരൊക്കെ എന്റേതാണ്, നമ്മുടേതാണ് എന്ന, നമ്മുടെ വീട്ടുകാരാണ് എന്നൊരു ഭാവന. വസുധൈവ കുടുംബകം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ആ ഒരു ഭാവന, ഭൂമി ഒരു ഒറ്റ വീടായിട്ടുള്ള ഭാവന, അത് നമുക്ക് വേണമെന്നാണ് പറഞ്ഞത്. അനിവാര്യമാണ്, അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറ്റുള്ളവയെ ദ്രോഹിക്കാതെ ജീവിക്കാൻ പറ്റുള്ളൂ. വൃക്ഷലതാദീൻ പക്ഷിമൃഗാദീൻ ച പ്രതി. വൃക്ഷലതാദീൻ, വൃക്ഷലതകൾ, വൃക്ഷങ്ങളും വള്ളികളും, അതുപോലെ പക്ഷിമൃഗാദീൻ, പക്ഷികളും മൃഗങ്ങളും, മൃഗങ്ങളുടെയൊക്കെ പ്രതി, അവയൊക്കെ ചൊല്ലിയുള്ള, അവരോടൊക്കെയുള്ള കസ്യാശ്ചിത്, ഒരു എന്നർത്ഥം. കസ്യാശ്ചിത് ബാലികായാഹ, ഒരു പെൺകുട്ടിയുടെ സ്നേഹം കഥമിതി പശ്യാമഹ, കഥം എങ്ങനെയാണ് ഇത് എന്ന് നമുക്ക് നോക്കാം. ആ സ്നേഹമാണ് ആ കുട്ടിയുടെ, ഒരു പെൺകുട്ടി നമ്മൾ ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലെ. ഒരു പെൺകുട്ടി പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുക എന്തോ ആണ്, അവയെ വിളിക്കുന്നു, അവയോട് സംസാരിക്കുക എന്തോ ചെയ്യാണ് അല്ലെ. അപ്പൊ സ്നേഹത്തോടെയാണ് അവിടെ. പക്ഷികൾ അത് ആ കുട്ടിയുടെ അടുത്തേക്ക് പറന്നു വരികയാണ്. അപ്പോൾ പരസ്പരം സ്നേഹിക്കുമ്പോഴാണ്, നമ്മൾ പല വാർത്തകളും പല അനുഭവങ്ങളൊക്കെ ഉള്ളവരുണ്ടാവാം അല്ലെ. നമ്മുടെ കൂടെ തന്നെ ഒരുപാട് പക്ഷികളെയും മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കറിയാം എങ്ങനെയാണ് പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കേണ്ടതെന്ന്, അതിൻ്റെ സുഖം എന്താണെന്നും അവർക്കറിയാം. അപ്പൊ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യമാണ് ഈ സംഭാഷണത്തിൽ നമ്മൾ പഠിക്കുന്നത്. നോക്കാം എന്താണ് പറയുന്നത് എന്ന് പാഠത്തില്. ലത പഞ്ചമ കക്ഷായാം പഠതി. ലത പഞ്ചമ കക്ഷായാം പഠതി. കസ്യാം കക്ഷായാം പഠതി? പഞ്ചമ കക്ഷായാം. അപ്പൊ നിങ്ങളോ അല്ലെ, നിങ്ങളുടെ അതേ ക്ലാസ്സിലാണ് ലത പഠിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ അതേ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ
കാര്യമാണ് സൂചിപ്പിച്ചത്. തസ്യാഹ ഗൃഹസ്യ പുരതഃ ഏകഃ വടവൃക്ഷഃ അസ്തി. ലതായാഹ ഗൃഹസ്യ പുരതഃ, ലതായാഹ ലതയുടെ, തസ്യാഹ അവളുടെ, ഇവിടെ അവളുടെ എന്ന് പറഞ്ഞാൽ ആരുടെയാ? ലതായാഹ. തസ്യാഹ അവളുടെ, ഗൃഹസ്യ പുരതഃ ഗൃഹസ്യ വീടിന്റെ, പുരതഃ മുൻപിൽ, ഏകഃ വടവൃക്ഷഃ. എന്താ വടവൃക്ഷം? വടവൃക്ഷഃ ഇത്യുക്തെ ആൽമരം. വടവൃക്ഷഃ അസ്തി ഉണ്ട്. തസ്മിൻ വൃക്ഷേ ബഹവഃ പക്ഷിണഃ ശാബകാശ്ച നിവസന്തി. തസ്മിൻ വൃക്ഷേ ആ വൃക്ഷത്തില്, ബഹവഃ വളരെയധികം, പക്ഷിണഃ പക്ഷികളും, ശാബകാശ്ച പോതശ്ച അല്ലെ, ശാബകഃ ച, ശാബകഃ പറഞ്ഞ കുട്ടികൾ, കുട്ടികളും, ശാബകഃ ച അതാണ് പദച്ഛേദം. പക്ഷിണഃ ശാബകാഃ ച, ശാബകാഃ ച നിവസന്തി കുട്ടികളും താമസിക്കുന്നുണ്ട്. ലത പ്രതിദിനം തേഭ്യഃ ഭക്ഷണം ദദാതി. കിം ദദാതി? ഭക്ഷണം ദദാതി. കാ? ലത. ലത പ്രതിദിനം ഈ പക്ഷികൾക്കും കുട്ടികൾക്കുള്ള ഭക്ഷണം ദദാതി, ഭക്ഷണം കൊടുക്കുന്നു. കിന്തു പക്ഷേ, കേചന കുറച്ചാൾക്കാര്, തം വടവൃക്ഷം ആ വടവൃക്ഷത്തിനെ, കർത്തയന്തി മുറിക്കുന്നു, ഇതി ജ്ഞാത്വ എന്ന് അറിഞ്ഞിട്ട്, സാ അവൾ, അതീവ ഖിന്നാജാത. സാ ലത, ആ ലത എന്ന പെൺകുട്ടി, അതീവ ഖിന്നാജാത വളരെ ഖിന്നയായി, ദുഃഖിതാജാത ദുഃഖിതയായി. വാർത്താമിമാം, ഇമാം വാർത്താം, വാർത്താം ഇമാം ഈ വാർത്തയെ, അധ്യാപകായ അധ്യാപകനോട്, നിവേദയിതും പറയുന്നതിനു വേണ്ടി, സാ അവൾ, തസ്യ അവരുടെ അധ്യാപകന്റെ, ഗൃഹം ഗച്ഛതി വീട്ടിലേക്ക് പോവുകയാണ്. എന്താ ഉണ്ടായത്? ലത അധ്യാപകസ്യ ഗൃഹം ഗച്ഛതി അല്ലെ. കിമർത്ഥം? എന്തിനു വേണ്ടിയാണ്? വടവൃക്ഷം കർത്തയതി ഇതി വാർത്താം ജ്ഞാപയിതും. വടവൃക്ഷത്തെ ആരൊക്കെയോ ചേർന്ന് മുറിക്കുന്നുണ്ട് എന്ന വാർത്ത അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോ എന്താ വടവൃക്ഷം മുറിച്ചാല്? താൻ സ്നേഹിക്കുന്ന പക്ഷികൾ ഒക്കെ അവിടുന്ന് പോവും അല്ലേ. മാത്രമല്ല, നല്ല വടവൃക്ഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ശുദ്ധവായു തരുന്ന ഒരു വൃക്ഷം കൂടിയാണ് അല്ലെ. അപ്പൊ അതും ഒരു സങ്കടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടി അതീവ ഖിന്നാജാത, വളരെ ദുഃഖിതയായി എന്നാണ് പറഞ്ഞത്. ഇനി എന്താണ് അധ്യാപകനോട് പോയി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് പറയുന്നത്? അതാണ് സംഭാഷണമാണ്. എങ്ങനെയാണ് സംസ്കൃതത്തിൽ സംസാരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ലത പറയാണ്, നമസ്തേ മഹോദയ, സുപ്രഭാതം. നമസ്തേ അല്ലെ, നമ്മൾ ആദ്യം ഒരാളെ കാണുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്. നമസ്തേ മഹോദയ സുപ്രഭാതം, രാവിലെയാണ്. അപ്പൊ നമസ്തേ പറഞ്ഞു, സുപ്രഭാതവും പറഞ്ഞു. അധ്യാപക നമസ്തേ ലതേ സുപ്രഭാതം, ആഗച്ഛതു ഉപവിശതു, കിം ദുഃഖിതാ ലക്ഷ്യത്തെ. കിം എന്താ? ദുഃഖിതാ ലക്ഷ്യത്തെ. ആഗച്ഛതു ഉപവിശതു, ആഗച്ഛതു ഉപവിശതു അല്ലെ, വരൂ ഇരിക്കൂ. കിം ദുഃഖിതാ ലക്ഷ്യത്തെ, എന്താ ദുഃഖിതയായി കാണുന്നുണ്ടല്ലോ. ലത മഹാശയ, സർവേ ഭൂമേഹേ സ്വാമിനഃ ഇതി ഭവതാ പാഠിതം കില. അപ്പോ ലത പറയാണ്, മഹാശയ അല്ലയോ മഹാത്മാവേ, അല്ലയോ അധ്യാപക, സർവേ ഭൂമേഹേ സ്വാമിനഃ, സർവേ എല്ലാവരും, ഭൂമേഹേ ഈ ഭൂമിയുടെ, സ്വാമിനഃ അധികാരികളാണ് അല്ലെങ്കിൽ അവകാശികളാണ് അല്ലെ. ഭൂമിയുടെ അവകാശികൾ എന്നൊക്കെ കേട്ടില്ല നിങ്ങള്. അപ്പൊ സർവേ എല്ലാ ചരാചരങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ്. സ്വാമിനഃ എന്ന് പറഞ്ഞാൽ അധികാരികൾ, സ്വാമികൾ അല്ലെങ്കിൽ യജമാനന്മാർ അല്ലെങ്കിൽ അവകാശികൾ എന്നൊക്കെ പറയാം. ഇതി എന്ന്, ഭവത അങ്ങയാൽ തന്നെ, താങ്കൾ തന്നെയല്ലേ, പാഠിതം കില പഠിപ്പിച്ചത്. അധ്യാപക തത് സത്യമേവ, അതെ അത് സത്യമാണല്ലോ. സർവേ ഭൂമേഹ സ്വാമിനഃ ഏവ, എല്ലാവരും സർവേ
ഭൂമേഹ സ്വാമിനഹ ഏവ, എല്ലാവരും ഭൂമിയുടെ സ്വാമികൾ തന്നെയാണ്, അവകാശികൾ തന്നെയാണ്. അതിലെന്താ അത്ര ഇത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ലത പറയണം തർഹി, എങ്കിൽ അസ്യാഹ സമസ്യായാഹ പരിഹാരം വദതു. അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ തർഹി, അങ്ങനെയാണെങ്കിൽ അസ്യാഹ സമസ്യായാഹ, ഈ സമസ്യയുടെ, ഈ പ്രശ്നത്തിന്റെ, സമസ്യ എന്ന് പറഞ്ഞ പ്രശ്നം, ഈ പ്രശ്നത്തിന്റെ പരിഹാരം വദതു, അതിനൊരു പരിഹാരം പറയൂ. അധ്യാപക കാ സമസ്യ, എന്താ സമസ്യ, എന്താ പ്രശ്നം, എന്താ പറയൂ. ലത പറയണം. അപ്പോ ലത മമ ഗൃഹസ്യ പുരതഃ ഏകഃ വടവൃക്ഷഃ അസ്തി. മമ ഗൃഹസ്യ പുരതഃ ഏകഃ വടവൃക്ഷഃ അസ്തി. എന്റെ വീടിന്റെ മുൻപിൽ എന്തുണ്ട്, ഒരു വടവൃക്ഷമുണ്ട്. തത്ര, അവിടെ ബഹവഃ പക്ഷിണഃ ശാപകാശ്ച നിവസന്തി. തത്ര, തസ്മിൻ വടവൃക്ഷേ, എന്റെ ആ വടവൃക്ഷത്തിൽ ഒരുപാട് ബഹവഃ പക്ഷിണഃ ശാപകാഃ ച നിവസന്തി, ഒരുപാട് പക്ഷികളും കുട്ടികളും താമസിക്കുന്നുണ്ട്. വയം തേഭ്യഃ, നമ്മളുടെ വീട്ടിലെല്ലാവരും തന്നെ തേഭ്യഃ പ്രതിദിനം, എല്ലാ ദിവസവും ഭക്ഷണം യച്ഛാമഹ, ഞങ്ങളെല്ലാവരും എന്നും അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ആ പക്ഷികൾക്കും കുട്ടികൾക്കുള്ള ഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്പൊ അധ്യാപകൻ പറയാണ്, അധ്യാപക ഉത്തമ, വളരെ നല്ലത്. ലത കിന്തു തം പാദപം ഛേത്തും തസ്യ സ്വാമി നിശ്ചയം അകരോത്. തദേവ സമസ്യ, അല്ലെ, എന്താ പ്രശ്നം? കിന്തു പക്ഷേ തം പാദപം ഛേത്തും, ആ പാദപത്തെ, ആ വൃക്ഷം, വൃക്ഷ എന്നുള്ളതിന്റെ മറ്റൊരു വാക്കാണ് പാദപം, പാദപഹ. അപ്പൊ തം പാദപം, ആ വൃക്ഷത്തെ, ആ മരത്തിനെ ഛേത്തും, ഛേദിക്കുവാൻ വേണ്ടി, മുറിക്കുവാൻ വേണ്ടി, തസ്യ സ്വാമി, അത് ഞങ്ങളുടെ മരമൊന്നുമല്ല, അത് ഏതോ ആളുടെ മരമാണ്. അപ്പൊ അതിന്റെ സ്വാമി, ആ സ്ഥലത്തിന്റെ അവകാശി, നിശ്ചയം അകരോത്ത്, തീരുമാനിച്ചിട്ടുണ്ടത്രേ, തീരുമാനിച്ചു. ഏനക്കേനാപി മാർഗേണ തന്ന നിവാരയേത്, ഏനക്കേനാപി മാർഗേണ, ഏതെങ്കിലും തരത്തിലുള്ള മാർഗേണ, വഴിയിലൂടെ, തന്നിവാരയേത്, തത് നിവാരയേത്, അത് എന്ത് ചെയ്യണം, നിവാരയെ തടയണം. അതാണ് എൻ്റെ ആവശ്യം. ആ ആവശ്യം പറയാനാണല്ലോ അതാ വന്നത്. അധ്യാപക തവ സഹജീവി സ്നേഹ മഹത്തരേവ. ഹേ ലതേ, അല്ലയോ ലതേ, തവ സഹജീവി സ്നേഹ മഹത്തരഹ ഏവ. നിന്റെ സഹജീവി സ്നേഹം വളരെ വലുത് തന്നെയാണ്, മഹത്തരം തന്നെയാണ്. വത്സേ, കുട്ടി, അഭിനന്ദനാനി, നിനക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. തസ്യ രക്ഷണാർത്ഥം വയം പരിശ്രമം കുർമഹ. ഒരു കാര്യം ചെയ്യാം, എന്താ പറഞ്ഞത്? തസ്യ രക്ഷണാർത്ഥം, തസ്യ വൃക്ഷസ്യ രക്ഷണാർത്ഥം, ആ വടവൃക്ഷത്തിന്റെ രക്ഷണത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി, വയം പരിശ്രമം കുർമഹ, നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. ചിന്തയാ അലം, നീ ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല, ചിന്തിച്ചതൊക്കെ മതി. ചിന്തയാ അലം, ചിന്ത കൊണ്ട് മതിയാക്കാം, ചിന്ത വേണ്ട, ചിന്തിക്കേണ്ട, അതിനെപ്പറ്റി ഇനി അധികം ചിന്തിക്കേണ്ട, ദുഃഖിക്കേണ്ട, സങ്കടപ്പെടേണ്ട, അല്ലേ? ലത മഹാൻ സന്തോഷ, ഓ വളരെ സന്തോഷമായി. ധന്യവാദ, നന്ദി. അധ്യാപകൻ ശുഭമസ്തു പുനർമിലാവ. അധ്യാപകൻ പറയണം, അപ്പൊ ശുഭമസ്തു, അല്ലെ, നമ്മളൊരു സംഭാഷണം കഴിഞ്ഞ് നിർത്തുന്നപ്പോൾ അവസാനം പറയാണ് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയില്ലേ, അതുപോലെ ശുഭം അസ്തു തിരിച്ചെഴുതിയാൽ ശുഭം ആവട്ടെ, എല്ലാം മംഗളകരമായിട്ട് തീരട്ടെ. പുനർമിലാവഹ, നമുക്ക് രണ്ടുപേർക്കും വീണ്ടും കാണാം. പുനഃ മിലാവഹ, പുനഃ നമുക്ക് ആവാം, മിലാവഹ നമുക്ക് രണ്ടുപേർക്കും കാണാമെന്നാണ് പറഞ്ഞത്. ഇത്രയാണ്, ചെറിയൊരു സംഭാഷണമാണ്, അല്ലെ, വളരെ നല്ലൊരു സംഭാഷണം. ഒരു കുട്ടിയുടെ ദുഃഖമാണ്. എന്താണ് ദുഃഖം? ഒരു മരത്തെ മുറിക്കുന്നു, ആ മരത്തിലെ പക്ഷികൾ നഷ്ടപ്പെടുന്നു എന്ന ദുഃഖം, അല്ലെ, അവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതൊന്നും ഇനി കഴിയില്ലല്ലോ, അവളുടെ ചങ്ങാതിമാരെ പോലെയായ പക്ഷികൾ പോവല്ലോ എന്നുള്ള ദുഃഖമാണ്. ഒന്നുകൂടി നമുക്ക് ആ സംഭാഷണം ഒന്ന് വായിക്കാം. ലത നമസ്തേ മഹോദയ, സുപ്രഭാതം. അധ്യാപക നമസ്തേ ലതേ, സുപ്രഭാതം. ആഗച്ഛതു, ഉപവിശതു. കിം ദുഃഖിതാ ലക്ഷ്യത്തെ? ലത മഹാശയ, സർവേ ഭൂമേഃ സ്വാമിനഃ ഇതി ഭവതാ പാഠിതം കില? അധ്യാപക ആം, തത് സത്യമേവ, സർവേ ഭൂമേഃ സ്വാമിനഃ ഏവ. ലത
തർഹി അസ്യാഹ സമസ്യായാഹ പരിഹാരം വദതു. അധ്യാപക: കാ സമസ്യ? ലത: മമ ഗൃഹസ്യ പുരതഃ ഏകഃ വടവൃക്ഷഃ അസ്തി. തത്ര ബഹവഃ പക്ഷിണഃ ശാബകാശ്ച നിവസന്തി. വയം തേഭ്യഃ പ്രതിദിനം ഭക്ഷണം യച്ഛാമഃ. അധ്യാപകः: ഉത്തമം. ലത: കിന്തു തം പാദപം ഛേത്തും തസ്യ സ്വാമി നിശ്ചയം അകരോത്. യേന കേനാപി മാർഗേണ തന്നിവാരയേത്. അധ്യാപകः: തവ സഹജീവി സ്നേഹഃ മഹത്തര ഏവ. വത്സേ, അഭിനന്ദനാനി. തസ്യ രക്ഷണാർത്ഥം വയം പരിശ്രമം കുർമഃ. ചിന്തയാ അലം. ലത: മഹാൻ സന്തോഷഃ. ധന്യവാദഃ. അധ്യാപകः: ശുഭമസ്തു. പുനർമിലാവ. ഇനി പദച്ഛേദത്തെ പരിചയപ്പെടാം. നമ്മൾ കുറച്ചൊക്കെ പറയുന്ന സമയത്ത് കഥ ഈ സംഭാഷണം വായിക്കുന്ന സമയത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. ഒന്നുകൂടി ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. ഭവത്യേകനീടം. ഭവതി അധികം ഏകനീടം. കഥമിതി. കഥം അധികം ഇതി. ശാബകാശ്ച ശാബകാഹ അധികം ച. നമസ്തേ നമഃ അധികം തേ. മഹത്തര ഏവ മഹത്തരഃ അധികം ഏവ. ഇനി വിഗ്രഹവാക്യങ്ങളാണ്. വൃക്ഷലതാദീൻ അതുപോലെ പക്ഷി മൃഗാദീൻ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നോക്കാം. വൃക്ഷാഹ ലതാഹ ച ആദൗ യേഷാം തേ വൃക്ഷലതാദയഃ. താൻ. വൃക്ഷാഹ ലതാഹ ച ആദൗ യേഷാം തേ. വൃക്ഷങ്ങളുടെയും ലതകളുടെയും കൂട്ടം, അതാണ് വൃക്ഷലതാദയഃ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൃക്ഷങ്ങളും ലതകളും എന്നർത്ഥം. അവയെ, താൻ. അതുപോലെ പക്ഷി മൃഗാദീൻ. പക്ഷിണഃ മൃഗാഹ ച ആദൗ യേഷാം തേ. ഇതേപോലെ തന്നെ ഒരേപോലെയുള്ള വിഗ്രഹവാക്യങ്ങളാണ്. പക്ഷികളും മൃഗങ്ങളും മുതലായവ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷി മൃഗാദയഃ, അവയെ, താൻ എന്നർത്ഥം. ഇനി പഠന പ്രവർത്തനത്തിലേക്ക് പോകാം. ഒന്നാമത്തെ പഠന പ്രവർത്തനം സംഭാഷണം കക്ഷായാം അവതാരയതു. ക്ലാസ്സിൽ നമ്മൾ ഈ സംഭാഷണം അഭിനയിച്ച് അവതരിപ്പിക്കുക. വളരെ ചെറിയൊരു സംഭാഷണമാണ്. 2 കഥാപാത്രങ്ങളേ ഉള്ളൂ. വളരെ നല്ല ഭംഗിയായിട്ട് നമുക്ക് അവതരിപ്പിക്കാം. അടുത്തത് ശബ്ദകോശം പഠിത്വ നൂതന പദാനാം അർത്ഥം ടിപ്പണി പുസ്തകേ ലിഖതു. ശബ്ദകോശങ്ങൾ നോക്കിയിട്ട്, അവസാനം വരുന്ന ശബ്ദകോശം നോക്കിയിട്ട് നമുക്കറിയാത്ത വാക്കുകളുടെ അർത്ഥങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി ചേർക്കുക. അടുത്തത് സഹജീവി സ്നേഹം അധികൃത്യ ചർച്ചാം കരോതു. സഹജീവികളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള സൂചകങ്ങൾ അവിടെ തരുന്നു. പരസ്പര സ്നേഹ, കാരുണ്യം, പരോപകാര, ആർദ്രത, ദയ. ഇതൊക്കെ അടങ്ങുന്നതാണ് സഹജീവി സ്നേഹം, അല്ലെ? സഹജീവികളോട് പരസ്പരം സ്നേഹം ഉണ്ടാവുക, അല്ലെ? സ്നേഹിക്കുക. കാരുണ്യം ഉണ്ടാവുക, കരുണ കാണിക്കുക, അവരുടെ വേദനയിൽ കാരുണ്യം കാണിക്കുക, അവരുടെ വേദനയിൽ പങ്കുചേരുക. പരോപകാര, ഉപകാരം, അല്ലെ? ഇങ്ങോട്ട് ഫലം ഇച്ഛിക്കാതെ ഉപകാരം ചെയ്യാണ് വേണ്ടത്, അല്ലെ? ഒരു ഫലവും ആഗ്രഹിക്കാതെ. അല്ലാതെ എന്തെങ്കിലും തരുന്നു അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു, അങ്ങനെയല്ല. മറ്റുള്ളവരുടെ വിഷമങ്ങൾ അറിഞ്ഞ് അവർക്ക് ഉപകാരം ചെയ്യുക. അതുപോലെ ആർദ്രത, കരുണന്റെ മറ്റൊരു ഇത് തന്നെയാണ്. നമ്മൾ മനസ്സ് അലിയുക, അല്ലെ? നനവുണ്ടാവുക എന്നൊക്കെ പറയില്ല. ആർദ്രത, മനസ്സിനൊരു സ്നേഹം ഉണ്ടാവുക, അത് തന്നെ. ദയ, അതും കാരുണ്യം തന്നെയാണ്. ദയ, അല്ലെ? അർഹിക്കുന്നവന് കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. അപ്പൊ ഈ സൂചകങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ സെന്റൻസുകളും നമുക്ക് എഴുതി നോക്കാവുന്നതാണ്. ഇതിലൂടെയാണ് സഹജീവി സ്നേഹം നമുക്ക് ഇതിലൂടെയൊക്കെയാണ് പ്രകടിപ്പിക്കാൻ സാധിക്കുക, അല്ലെ? അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് സംബോധന രൂപാണി പൂരയതു എന്നാണ്. സംബോധന രൂപാണി പൂരയതു. എന്താണ് സംബോധന രൂപങ്ങള്? നമ്മുടെ നാമപദങ്ങള് നമ്മൾ പേരുകൾ വിളിക്കാനുള്ളതാണ്, അല്ലെ? നമ്മൾ വിളിക്കുകയാണ് ഒരാളെ, അല്ലെങ്കിൽ നമ്മൾ സംബോധന ചെയ്യുകയാണ്, അഭിസംബോധന ചെയ്യുകയാണെന്നൊക്കെ. ഇപ്പൊ നമ്മൾ മലയാളത്തിലാണെങ്കിൽ അഭിഷേക് അല്ലെങ്കിൽ ആശ്രിത്ത് എന്നൊക്കെയുള്ള പേരുകൾ വിളിക്കുമ്പോൾ
അഭിഷേകേ, ആശ്രിതേ, ഏ രാമ, അങ്ങനെയൊക്കെയാണല്ലോ വിളിക്കുക. അപ്പം അതുപോലെ സ്ത്രീലിംഗ ശബ്ദങ്ങളാണെങ്കിൽ ആതിര, അമ്മ, അമ്മേ എന്നാണ് വിളിക്കുക അല്ലെ, ആതിരേ എന്നാണ് വിളിക്കുക. അപ്പോൾ ആ വിളിക്കുന്നതിനൊരു ട്യൂണുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകളിൽ നിന്ന് ചെറിയൊരു വ്യത്യാസപ്പെടുത്തിയാണ് നമ്മൾ വിളിക്കുക അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുക. അപ്പോൾ അതുപോലൊരു വ്യത്യാസം സംസ്കൃത പദങ്ങളുടെ സംബോധന രൂപങ്ങളിലും ഉണ്ട്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ബാലഹ എന്ന ശബ്ദത്തെ ഹേ ബാല എന്ന് കാണാം അല്ലെ. ബാലഹ ആൺകുട്ടി എന്നർത്ഥം വരുന്ന പുല്ലിംഗ ശബ്ദമാണ് അല്ലെ. ബാലഹ വിസർഗം ഉണ്ടാവും, പുല്ലിംഗ ശബ്ദങ്ങൾക്ക് അവസാനം വിസർഗം ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണ് അത് ഏ കുട്ടി എന്ന് നമുക്ക് വിളിക്കണം. അപ്പൊ ഹേ ബാല, എന്താ അവിടെ ചെയ്തത്? ആ ബാലഹ എന്നുള്ളതിലെ ആ 2 കുത്ത്, അതിന് നമ്മൾ വിസർഗം എന്നാണ് പറയാ അല്ലെ. ആ വിസർഗത്തെ ഒഴിവാക്കിയിട്ട് അവിടെ ഒരു ആശ്ചര്യ ചിഹ്നം ഇട്ടിട്ടുണ്ട് അല്ലെ. ഹേ ബാല, ഇത്ര മതി. ഹേ ബാലഹ എന്ന് പിന്നെ ഇല്ല, പിന്നെ വിസർഗം ഇല്ല, ഹേ ബാല. അതുപോലെ അടുത്ത ഇതെങ്ങനെ എഴുതാം നമുക്ക്? മഹോദയ, മഹോദയ എന്നാണ് നമുക്ക് വിളിക്കേണ്ടത്. ഹേ മഹോദയ, നീട്ടലും ഇല്ല, മഹോദയ. വിസർഗം ഒന്നുമില്ല, പിന്നെ അവസാനത്തേക്ക് ഒന്നുമില്ല. എന്താണ്? ഹേ മഹോദയ. അതുപോലെ ഛാത്ര എന്തായിരിക്കും? ഹേ ഛാത്ര. മഹാശയ, ഹേ മഹാശയ. രാമ, ഹേ രാമ. റഹീമ, ഹേ റഹീമ. അങ്ങനെയാണ് പോവുക. ഹേ വൃക്ഷ, വൃക്ഷ എന്നുള്ള ശബ്ദത്തിനെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ ഹേ വൃക്ഷ, ഹേ ദേവ. അങ്ങനെയാണ് സംബോധന രൂപങ്ങൾ ഉണ്ടാവുക പുല്ലിംഗത്തിന്റെ. അതുപോലുള്ള പുല്ലിംഗ ശബ്ദങ്ങൾ നിങ്ങൾ എഴുതി നോക്കുക. അടുത്തത് ലത എന്ന സ്ത്രീലിംഗ ശബ്ദമാണ്. അതെങ്ങനെയാണ് വിളിക്കുന്നത്? ഹേ ലതേ അല്ലെ. മലയാളത്തിലും നമ്മൾ അങ്ങനെയാണ്, അമ്മ, അമ്മേ, അല്ലെങ്കിൽ ലതേ, ശാരികേ, ഗോപികേ എന്നൊക്കെ വിളിക്കില്ലേ. അപ്പൊ ഇവിടെ ലത എന്നുള്ളത് ഹേ ലതേ, അവിടെ എന്താ വന്നത്? ആ എന്നുള്ളത് പോയിട്ട് എ എന്ന ചിഹ്നം വന്നു അല്ലെ, ലതേ എന്നായി. അതുപോലെ ബാലിക എങ്ങനെ എഴുതും നമ്മള്? ഹേ ബാലികേ. വത്സ, ഹേ വത്സേ, നമ്മള് പുസ്തകത്തിൽ കണ്ടു അല്ലെ. സുമ, ഹേ സുമേ എന്ന് എഴുതും. അപ്പോ നമ്മള് ഈ ഹേ കൂട്ടുന്ന വെച്ചാൽ അത് നമ്മള് മലയാളത്തിലെ ഏ കുട്ടി അങ്ങനെ വിളിക്കില്ലേ, അതുപോലെയാണ്. ഒരു വിളി കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശബ്ദം, അത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് സംബോധന രൂപങ്ങളെ നമുക്ക് എഴുതേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് പദാനി സ്വീകൃത്യ ആചാരോപചാര ശബ്ദാൻ സംബോധന ശബ്ദാൻ ച വിവിച്യ ലിഖതു. അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, പേടിക അല്ലെ. പേടികാതഹ, ഈ ബോക്സിൽ നിന്ന് പദാനി സ്വീകൃത്യ, ഈ പദങ്ങളെയൊക്കെ എടുത്തിട്ട് ആചാരോപചാര ശബ്ദാൻ. എന്താ അങ്ങനെ പറഞ്ഞാല്? നമ്മള് ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാളുമായി സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് ഉപചാര വാക്കുകൾ ഉപയോഗിക്കും അല്ലെ. ആചാര ഉപചാര വാക്കുകൾ ഉപയോഗിക്കും. അതായത് ഇപ്പോൾ നമസ്തേ, സുപ്രഭാതം, അങ്ങനത്തെ കുറെ അല്ലെ, വരൂ, ഇരിക്കൂ, അങ്ങനെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ചില ഗുഡ് മോർണിംഗ് അല്ലെ, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയാറില്ല. അതുപോലെയുള്ള ശബ്ദങ്ങളെയാണ് നമ്മൾ ആചാര ഉപചാര ശബ്ദങ്ങൾ എന്ന് പറയാം. അതുപോലെ സംബോധന ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരാളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹേ ഗുരോ, ഹേ വത്സ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ കുറെ സംബോധന രൂപങ്ങളും ഉണ്ട്. അപ്പൊ ഇത് ഇടകലർത്തിയാണ് ആ ബോക്സിൽ തന്നിട്ടുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യണം? പട്ടികപ്പെടുത്തണം. അതിൽ ബോക്സിലുള്ള ശബ്ദങ്ങൾ ഞാൻ വായിക്കാം. സുപ്രഭാതം, പുത്ര, മഹോദയ, ധന്യവാദഃ, മാളവികേ, പുനർമിലാവഃ, ലതികേ, നമസ്തേ. ഇതിൽ ഏതൊക്കെയാണ് ആചാരോപചാര ശബ്ദങ്ങൾ, ഏതൊക്കെയാണ് സംബോധന രൂപാണി എന്ന് നമ്മൾ എഴുതണം. അവിടെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു, സംബോധന രൂപം ഏതാണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്കിപ്പോൾ വായിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സുപ്രഭാതം ഏതിലാണ് വരിക? ആചാര ഉപചാര ശബ്ദത്തിലാണ് അല്ലെ. പുത്ര, ഹേ പുത്ര, സംബോധന രൂപത്തിലാണ്. മഹോദയ അവിടെ കൊടുത്തിട്ടുണ്ട് ഉദാഹരണമായിട്ട്.
ധന്യവാദഃ ആചാരോപചാര ശബ്ദമാണ്. മാളവികേ സംബോധന രൂപമാണ്. പുനർമിലാവഹ ആചാരോപചാര ശബ്ദമാണ്. ലതികേ സംബോധന രൂപമാണ്. നമസ്തേ അതവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് റിക്തസ്ഥാനാനി പൂരയതു എന്ന് കാണാം. വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. അവിടെ ഒരു ഭാഗത്ത് ലെട്ട് എന്നും മറുഭാഗത്ത് ലോട്ട് എന്നും കൊടുത്തിട്ടുണ്ട്. ലെട്ട് എന്ന് കൊടുത്ത സ്ഥലത്ത് കുറച്ച് ക്രിയാപദങ്ങളെ നമുക്ക് കാണാം. നമുക്ക് പരിചയമുള്ള കുറച്ച് ക്രിയാപദങ്ങളാണ്. ആഗച്ഛതി, ഉപവിശതി, പഠതി, ഗച്ഛതി, വദതി, ലിഖതി. ഇത്രയും ക്രിയാപദങ്ങളാണുള്ളത്. ഇവയൊക്കെ നമുക്ക് അർത്ഥം അറിയുന്നവയാണ്. ആഗച്ഛതി എന്ന് പറഞ്ഞാൽ വരുന്നു, ഉപവിശതി ഇരിക്കുന്നു, പഠതി പഠിക്കുന്നു, ഗച്ഛതി പോകുന്നു, വദതി പറയുന്നു, ലിഖതി എഴുതുന്നു. അല്ലെ? ഇനി ഇതിനെ നമ്മൾ എവിടെയാണ് നമ്മൾ എഴുതേണ്ടത്? ലോട്ട് എന്ന ഭാഗത്താണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോ ആഗച്ഛതി എന്നുള്ളത് ആ ലോട്ട് എന്ന ഭാഗത്ത് ഉദാഹരണമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. എന്താണ്? ആഗച്ഛതു. എന്താ അർത്ഥം? വരൂ എന്നാണ്. വരുന്നു എന്നുള്ളത് വരൂ എന്നായി. അല്ലെ? ലോട്ട് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അതായത് ഒരു ക്രിയ ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുകയാണ്. വരൂ. ഉപവിശതി ഉപവിശത്തു. പഠതി എന്താവും? പഠത്തു പഠിക്കൂ. ഗച്ഛതി ഗച്ഛത്തു പോകൂ. വദതി വദതു. ലിഖതി ലിഖത്തു. അപ്പോ ലെട്ടിലുള്ള ക്രിയാപദങ്ങളെ ലോട്ടിലേക്ക് മാറ്റാൻ പറഞ്ഞ എളുപ്പം എന്താണ്? തീ എന്നുള്ളത് തൂ ആക്കി മാറ്റുക. ആഗച്ഛതി ആഗച്ഛതു, ഉപവിശതി ഉപവിശത്തു, പഠതി പഠത്തു, ഗച്ഛതി ഗച്ഛതു, വദതി വദതു, ലിഖതി ലിഖത്തു. അപ്പൊ ഏകവചനത്തിലുള്ള ക്രിയാപദങ്ങളാണ്. അപ്പൊ ലോട്ടിലെ ഏകവചനത്തിലുള്ള ക്രിയാപദങ്ങളെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇതുപോലെ അധിക ക്രിയാപദങ്ങളെ നിങ്ങൾ ലോട്ടിലകാരത്തിലേക്ക് മാറ്റി പരിശീലിക്കുക. ഇനി അധികദാഹ അംശാഹ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. സംഭാഷണം സാഭിനയം അവാതാരയത്. നമ്മൾ സംഭാഷണത്തെ അഭിനയത്തോടുകൂടി ക്ലാസ്സുകളിൽ അവതരിപ്പിച്ചു. ശബ്ദകോശം നിരീക്ഷ്യ നൂതന പദാനാം അർത്ഥം അലിഖത്. നമ്മുടെ ഡിക്ഷണറി നോക്കി നമുക്കറിയാത്ത പദങ്ങൾ എഴുതി. സഹജീവി സ്നേഹസ്യ ആവശ്യകത ജ്ഞാത്വ അവതത്. സഹജീവി സ്നേഹത്തിന്റെ ആവശ്യകത അറിഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ ഒരു ചർച്ച നടത്തി. ആചാരോപചാര ശബ്ദാൻ ചിത്വ അലിഖത്. ആചാരോപചാര ശബ്ദങ്ങളെയും സംബോധന രൂപങ്ങളെയൊക്കെ പട്ടികപ്പെടുത്തി. സംബോധന രൂപാണി അവതത് അലിഖത്. സംബോധന രൂപങ്ങളെ നമ്മൾ പറഞ്ഞു എഴുതി. ലോട്ട് രൂപാണി അവതത്. ലട്ലകാര ക്രിയാപദങ്ങളുടെ ലോട്ട് രൂപത്തെ എഴുതി. ഇനി അനുബന്ധ. അനുബന്ധത്തില് ഭൂധാതു പരസ്മേപതി ലോട്ട്. ഭൂധാതുവിന്റെ ലോട്ട്ലകാര ക്രിയാപദങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നാണ്. നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ ലട്ലകാര ക്രിയാപദങ്ങളെ കുറെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ലോട്ടിലും ഈ ലട്ലകാരത്തിലുള്ളതുപോലെ 3 പുരുഷനിലും 3 വചനങ്ങളിലുമായിട്ട് 9 രൂപങ്ങള് ക്രിയാപദങ്ങൾക്കുണ്ട്. അത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ വരൂ, ഇരിക്കൂ എന്നുള്ളതിന് ഇപ്പോൾ ഒരാളാണെങ്കിൽ, 2 ആളാണെങ്കിൽ, 3 ആളാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ആളാണെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ലോട്ട്ലകാരത്തിന് രൂപങ്ങളുണ്ട്. ലട്ലകാരം പോലെ. അതാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഭൂധാതുവിന്റെ ഭവതി എന്ന് നമ്മൾ പഠിച്ചിരുന്ന ആ ധാതുവിന്റെ തന്നെ ലോട്ട്ലകാര രൂപങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം പ്രഥമ പുരുഷ ഏകവചനം ഭവതു എന്നും ഭവതാത് എന്നും പറയാം. ദ്വിവചനം ഭവതാം, ബഹുവചനം ഭവന്തു. അല്ലെ? നമ്മൾ പാഠത്തിൽ കണ്ടു സർവേ ഭവന്തു സുഖിനഃ. അല്ലെ? മധ്യമ പുരുഷനില് ഭവ അല്ലെങ്കിൽ ഭവതാത്, ദ്വിവചനം ഭവതം, ബഹുവചനം ഭവത. ഉത്തമ പുരുഷനിലെ ഏകവചനം ഭവാനി, ദ്വിവചനം ഭവാവ, ബഹുവചനം ഭവാമ. ഇങ്ങനെയാണ് ഭൂധാതുവിന്റെ ലോട്ട്ലകാര ക്രിയാപദങ്ങൾ. ഇനി അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ആകാരാന്തഃ സ്ത്രീലിംഗ ലതാശബ്ദ. നമ്മൾ പുല്ലിംഗ ശബ്ദങ്ങളുടെയും സ്ത്രീലിംഗ നപുംസകലിംഗ ശബ്ദങ്ങളുടെയും
7 വിഭക്തിയിലുമുള്ള രൂപങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ സ്ത്രീലിംഗ ശബ്ദങ്ങളുടെ രൂപങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ഇനി പ്രഥമ വിഭക്തി ഏകവചനം ലത, ദ്വിവചനം ലതേ, ബഹുവചനം ലതാഹ. സംബോധന പ്രഥമ ഹേലതേ, ഹേലതേ, ഹേലതാഹ. ദ്വിതീയ വിഭക്തി ലതാം ഏകവചനം, ദ്വിവചനം ലതേ, ബഹുവചനം ലതാഹ. തൃതീയ വിഭക്തി ഏകവചനം ലതയാ, ദ്വിവചനം ലതാഭ്യാം, ബഹുവചനം ലതാഭിഹി. ചതുർത്ഥി വിഭക്തി ഏകവചനം ലതായൈ, ദ്വിവചനം ലതാഭ്യാം, ബഹുവചനം ലതാഭ്യഃ. പഞ്ചമി വിഭക്തി ഏകവചനം ലതായാഹ, ദ്വിവചനം ലതാഭ്യാം, ബഹുവചനം ലതാഭ്യഃ. ഷഷ്ടി വിഭക്തി ഏകവചനം ലതായാഹ, ദ്വിവചനം ലതയോഹ, ബഹുവചനം ലതാനാം. സപ്തമി വിഭക്തി ഏകവചനം ലതായാം, ദ്വിവചനം ലതയോഹ, ബഹുവചനം ലതാസു. അപ്പൊ ഇതൊക്കെ ചൊല്ലി പഠിക്കുക. ഇനി അമരകോശത്തെ ആണ് പരിചയപ്പെടുന്നത്. നീടം എന്ന ശബ്ദത്തിന്റെ രൂപങ്ങള്, മറ്റു പര്യായ പദങ്ങള്, വൃക്ഷ എന്ന ശബ്ദത്തിന്റെ പര്യായ പദങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. നീടം കുലായോ നീടമസ്ത്രിയാം, കുലായോ നീടമസ്ത്രിയാം. സ്ത്രീലിംഗത്തിലില്ല, പുല്ലിംഗത്തിലും നപുംസകലിംഗത്തിലും നീടം എന്ന വാക്ക് ഉപയോഗിക്കുന്നു. കുലായഹ നീടം നീടഹ, കുലായഹ നീടം നീടഹ. ഇതാണ് 3 പര്യായപദ ശബ്ദങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വൃക്ഷ, വൃക്ഷോ മഹീരുഹ ശാഖീ വിടപീ പാദപസ്തരുഹു. വൃക്ഷോ മഹീരുഹ ശാഖീ വിടപീ പാദപസ്തരുഹു. തിരിച്ചു പറയുമ്പോൾ വൃക്ഷ മഹീരുഹ ശാഖീ വിടപീ പാദപഃ തരുഹു. ഇത്രയും വാക്കുകളാണ് വൃക്ഷ ശബ്ദത്തിന്റെ പര്യായങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത്. വൃക്ഷ മഹീരുഹ ശാഖീ വിടപീ പാദപഃ തരുഹു. ഇനി ആചാര ഉപചാര ശബ്ദങ്ങളെ പരിചയപ്പെടുത്തുന്നു. നമ്മുടെ പാഠത്തിൽ ഉണ്ടായിരുന്നത് അല്ലാത്തതും ഉണ്ട്. നമസ്തേ നമസ്കാരം, ആഗച്ഛതു വരൂ, ഉപവിശതു ഇരിക്കൂ, കുശലം കിം സുഖമാണോ കുശലമാണോ, സുപ്രഭാതം ഗുഡ് മോർണിംഗ്, ശുഭരാത്രി ഗുഡ് നൈറ്റ്, ക്ഷമ്യതാം സോറി അല്ലെ ക്ഷമിച്ചാലും, അഭിനന്ദനാനി അഭിനന്ദനങ്ങൾ, ധന്യവാദ താങ്ക് യു അല്ലെങ്കിൽ നന്ദി. ഇത്രയാണ് നമ്മൾ പരിചയപ്പെടുന്ന ആചാര ഉപചാര ശബ്ദങ്ങൾ. അടുത്തത് ശബ്ദകോശയാണ്. അപ്പൊ പദങ്ങളുടെ സമാന സംസ്കൃത അർത്ഥങ്ങളും മലയാള അർത്ഥങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ചിത്രം കാണാം. നിരാലംബാനാം ഉന്നമനായ കൃതപ്രയത്നാൻ പരിചിതാൻ സമാജസേവകാൻ അധികൃത്യ ചർച്ചാം കരോത്തു. അപ്പൊ സഹജീവി സ്നേഹമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ സഹജീവികളോട് സ്നേഹമുള്ള മറ്റ് നിരാലംബരെ എന്ന് പറഞ്ഞാൽ ആശ്രയമില്ലാത്തവരെ, അനാഥരായിട്ടുള്ളവരെ, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉന്നമനായ പ്രയത്നിച്ചിട്ടുള്ള പരിചിതാൻ സമാജ സേവകൻ, നമ്മുടെ നാട്ടിലോ നമ്മുടെ രാജ്യത്തോ ഒക്കെ നമുക്കറിയുന്ന പല സമാജ സേവകരും ഉണ്ടാവും. സമൂഹത്തിൽ സേവ ചെയ്യുന്നവരെ, ആരെ ദരിദ്രരായ കഷ്ടപ്പെടുന്ന ആശ്രയമില്ലാത്തവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ വിശദമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുകയും സംശയമുള്ളതൊക്കെ നിങ്ങളുടെ അധ്യാപകരുമായി ചർച്ച ചെയ്യുകയും ഇതുപോലെ സഹജീവി സ്നേഹം നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവുകയും ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പാഠം അവസാനിക്കുന്നു. അടുത്ത പാഠവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്തേ, ധന്യവാദ, വന്ദേ സംസ്കൃത മാതരം.